വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ നോമ്പ് 30 ദിവസവും ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത ഒരു ടെൻറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. ആ ടെൻറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നോമ്പ് 27 രാവിന് ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഖത്തറി അദ്ദേഹം വർഷങ്ങളായിട്ട് നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ക്യാഷ് കൊടുക്കുന്നത് പോലെ ഇവിടെ ഈ ടെൻറ്റിൽ വരുന്ന ആളുകൾക്കൊക്കെ ക്യാഷ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷണങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമ്മുടെ കൂടെ ഈ ടെൻറ്റിൻ്റെ, അതായത് ഈ ഇഫ്താർ ടെൻറ്റിൻ്റെ മുഖ്യ കാര്യദർശി അഷ്റഫ് കണ്ട് നമ്മളോടൊപ്പം ആ വിശേഷണങ്ങളൊക്കെ നമ്മളുമായി പങ്കുവെക്കുന്നതാണ്. ഇന്നിപ്പോൾ 27 രാവാണ്. 27 രാവെന്ന് പറഞ്ഞാൽ 26. അപ്പോൾ ഇവിടെ പൈസ കൊടുക്കണ ദിവസമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യക്കാരും വരുന്നുണ്ട്. ഇപ്പോൾ ആദ്യത്തെ മാതിരിയല്ല. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ ബംഗ്ലാദേശും ശ്രീലങ്കയും ഇന്ത്യക്കാരും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക ഉണ്ട്, ഇംഗ്ലീഷുകാർ വരുന്നുണ്ട്. ഇപ്പോൾ ചോറ് തന്നെ അവർ കാറിലൊക്കെ വന്നിട്ട് ചോറ് തരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ പൊതിഞ്ഞ് കൊടുക്കും, ഞങ്ങൾ എല്ലാം റെഡിയാക്കി കൊടുക്കും. കാർ നിർത്തി ലെബനാൻ, മിസ്ർ എല്ലാം ഉണ്ട്, ഇന്ത്യക്കാരും ഉണ്ട്, കേരളക്കാരും ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ആര് വന്നാലും ഫുഡാണ്. പിന്നെ കാശിനായിട്ട് ആൾക്കാർ നടക്കണില്ല, അത് ഒരു ദിവസം കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞാലും കാശ് കിട്ടിക്കഴിഞ്ഞാലും ഇപ്പോൾ കാശ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും നല്ല തിരക്കായിരിക്കും. പൈസയുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമില്ല. കാര്യം ഞങ്ങൾ വീടും ഈ കൊടുക്കണ സ്ഥലമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പൈസ പോരാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആൾ നിൽക്കണം, ഒന്നും മിസ്റ്റടിച്ചാൽ എപ്പം എത്തും, അപ്പം തന്നെ മിനിറ്റുകൾക്കകം. ഇത്തവണ പിന്നെ ബാലൻസ് ആയിരുന്നു, പൈസ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിക്കാണ്ടിരിക്കാൻ വേണ്ടി കണ്ടമാനം തന്നു. അവർ നല്ല നല്ല പാർട്ടിക്കാരാണ്. പൈസയുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമില്ല. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും, ഇത് മേടിക്കും. ഇത് കൊടുക്കുന്ന സമയത്ത് കാണേണ്ട അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു കൈമേൽ 100 ചില്ലാൻ ആൾക്കാർ വീതം 120 120 ഒരു ആളും ഒരു ശല്യമില്ല. ദുആ ചെയ്തുകൊണ്ടിരിക്കണ നേരത്തെ ഓർക്കാപ്പുറത്തിന് ചെല്ലണ പൈസ ഇട്ട്. അപ്പോൾ അത് അവർ ഈ ഓത്തും വെയ്ത്തൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മേടിക്കണം. പൈസക്ക് എല്ലാവരും ശ്രദ്ധ. ജനങ്ങൾ വന്നുകൊണ്ടിരിക്കണം, ഇഷ്ടമാതിരി ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പൈസക്ക് ഒരു കണക്കില്ല. ഒരു കെട്ടുകളാണ്, ഒരു കെട്ടിൽ 100 ഉണ്ടാവും. അത് 5-10 കെട്ടണം തന്നെ. അത് 100 ഉണ്ടെങ്കിൽ 100 തന്നെയായിരുന്നു കൊടുക്കേണ്ടത്. ഒരാൾക്ക് 100, അതിൽ 50 ഒന്നും ഉണ്ടാവില്ല. 50 കൊടുക്കുമ്പോൾ 50 തന്നെ അറിയാൽ. എന്തായാലും ഇവിടെ ഈ പണിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കമ്പനിയിൽ പണിയില്ലാണ്ട് പിടിക്കേണ്ടത്, അവർക്കത് കിട്ടുമ്പോൾ അത് കയറണം. പെരുന്നാളിന് ഒരു ആധാർ കാർഡ് മേടിച്ച് വിളിക്കാനാ, അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി തിന്നാനാ, അതിനൊക്കെ ഞാൻ കഴിച്ചാലും ബാക്കി കാശുണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഇവിടെ അറബി വീട്ടുകളിലൊക്കെ ഇതേമാതിരി ചോറൊക്കെ കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഒച്ചയും വിളിയും ബഹളവും ഉന്തും തള്ളുമാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അത് ഞങ്ങൾ വീഡിയോയിൽ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 30 ദിവസം നമുക്ക് ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ആതിഥേയത്വത്തോട് കൂടിയിട്ട് ആളുകളെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട അഷ്റഫ് ക. 43 വർഷമായി ഖത്തറിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അഷ്റഫ് കയെ പോലുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. തീർച്ചയായും അവരെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നിങ്ങൾ ചെയ്യുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ നന്മയുള്ള മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക.